ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രഭാതം ബറക്കത്തുള്ളതാക്കി തീർക്കട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, അയൽവാസികൾ, അല്ലാഹു അവരുടെയൊക്കെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹാജിമാരെ, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ഹജ്ജിലാണല്ലോ. യാത്രയിൽ നിസ്കാരം ജംഉം ഖസ്റും ആക്കുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ 2 പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാമെന്ന് പറഞ്ഞത് യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ആ യാത്രയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമായിട്ട് അറിഞ്ഞേണ്ട 1-2 കാര്യങ്ങൾ പറയാം. ഈ നിസ്കാരം ഖസ്റാക്കി നിസ്കരിക്കുന്ന ആൾക്ക് ഇപ്പോൾ ദുഹുർ അസർ ഇശാ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുമല്ലോ. ദീർഘമായ യാത്രയിൽ അങ്ങനെ ഖസ്റാക്കി നിസ്കരിക്കാനാണ് ഉത്തമം. ദീർഘമായ യാത്രകളിൽ ചുരുക്കി നിസ്കരിക്കാനാണ് ഉത്തമം. അതിനാണ് 4 റക്അത്തിനേക്കാൾ കൂലി 2 റക്അത്തിനാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അനുസരണത്തിനാണല്ലോ കൂലി കിട്ടുക. കുറേ ചെയ്യുന്നതിനല്ല കൂലി, അനുസരണത്തിനാണ് കൂലി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ദീർഘമായ യാത്രയൊക്കെ ആകുമ്പോൾ, ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഒരു ദീർഘമായ യാത്രയാണ്, നിങ്ങൾ നിസ്കാരം ചുരുക്കി നിസ്കരിച്ചോളൂ എന്ന് പറയുമ്പോൾ അത് അനുസരിക്കൽ വേറെ കൂലിയാണല്ലോ, റക്അത്ത് എണ്ണം കുറഞ്ഞാലും. പിന്നെ അപ്പോൾ ഇങ്ങനെ ചുരുക്കി നിസ്കരിക്കുന്ന ആൾക്ക് പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളോട് തുടരാൻ പറ്റില്ല എന്നൊരു നിബന്ധന ഉണ്ട്. പള്ളിയിൽ ജമാഅത്ത് നടക്കുകയാണ്, അപ്പോഴാണ് യാത്രക്കാരായ നിങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പോൾ അവർ നാട്ടുകാരാണ്, അവർക്ക് 4 റക്അത്ത് നിസ്കരിക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ യാത്രക്കാരനാണ്, നിങ്ങൾക്ക് 2 റക്അത്ത് നിസ്കരിക്കേണ്ടേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ ഏതാ ഉത്തമം എന്നൊരു ചോദ്യമുണ്ട്. ആ ജമാഅത്ത് നിസ്കാരത്തിൽ കൂടുതലാണോ, അല്ല ജമാഅത്ത് നിസ്കാരത്തിൽ കൂടാതെ 2 റക്അത്ത് അവിടെ ചുരുക്കി ഒറ്റയ്ക്ക് നിസ്കരിക്കലാണോ? രണ്ടും ചെയ്യാം. അവിടെ ആ ജമാഅത്തിൽ കൂടുതലാണ് ഉത്തമം. ജമാഅത്ത് നിസ്കാരത്തിന് അത്രയും മഹത്വം ഉണ്ട്. കാരണം ജമാഅത്ത് നിസ്കാരം ഫർദ് കിഫായാണ്, മയ്യിത്ത് നിസ്കാരം പോലെ ഫർദ് കിഫായാണ്. ഖസ്റാക്കി നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്തുമാണ്, അത് നിർബന്ധമല്ല. അപ്പോൾ പിന്നെ സുന്നത്തും ഫർദും 2 കാര്യങ്ങളാണുള്ളത്. ജമാഅത്ത് കൂടിയാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ കൂലി കിട്ടും, ഖസ്റാക്കി നിസ്കരിച്ച കൂലിയും കിട്ടും. ഏതാ നല്ലത്? ജമാഅത്ത് നിസ്കാരമാണ്. അതാണ് ഒന്നാമത്തേൻ്റെ മറുപടി. പലപ്പോഴും ഉണ്ടാവും നമ്മൾ പല നാട്ടിലേക്കും ചെല്ലുമ്പോൾ. ഇനി നിങ്ങൾക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതിൽ കൂടണ്ട കേട്ടോ. ചിലവർക്ക് സമയമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് പോകേണ്ട ആൾക്കാരായിരിക്കും. അപ്പോൾ പിന്നെ അവിടെ ഉത്തമം നോക്കി വയ്ക്കാൻ കഴിയില്ല. യാത്രൻ്റെ ആനുകൂല്യം എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്തത്, നമ്മൾ ജമാഅക്കി നിസ്കരിക്കുകയാണ്, ളുഹുറും അസ്റും ജമാഅക്കി നിസ്കരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഖസ്റാക്കുന്നില്ല, പള്ളിയിലെ ജമാഅത്തിന് കൂടി. അപ്പോൾ ഇമാമ് ളുഹുറാണ് അല്ലെങ്കിൽ മഗ്രിബാണ്, അവിടെയല്ലേ ജമാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കവിടെ ആ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം അസ്ർ നിസ്കാരം ജമാക്കാൻ പറ്റുമോ? ഇമാമിൻ്റെ കൂടെ ളുഹുർ നിസ്കരിച്ചു, അല്ലെങ്കിൽ ആരൊക്കെയോ കൂടെ ളുഹുർ നിസ്കരിച്ചു. ഇനി അയാൾ യാത്രക്കാരനൊന്നും അല്ല, നിങ്ങളാണ് യാത്രക്കാരൻ. നിങ്ങൾക്ക് അവിടെ അസ്ർ ജമാക്കി നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. അതായത് ജമാഅത്തായിട്ട് ളുഹുർ നിസ്കരിച്ചു, നിങ്ങൾ യാത്രയിലാണ്, നിങ്ങൾക്ക് സലാം വീട്ടിയ ഉടനെ, അവിടെയാണ് അതിൻ്റെ പോയിൻ്റ്. നിസ്കാരത്തിനിടയിൽ സമയം ഉണ്ടാകാൻ പാടില്ല. പിന്നെ അയാളുടെ ദുആയിലും കൂടാനും സുന്നത്ത് കിരിക്കാനും പറ്റില്ല. സലാം വീട്ടിയ ഉടനെ നിങ്ങൾ അവിടെ എണീറ്റ് നിന്നിട്ട് എന്ത് ചെയ്യുക? അസ്റും കൂടെ നിസ്കരിക്കുക. അല്ലെങ്കിൽ മഗ്‌രിബ് ജമാഅത്തിലാണ് കൂടിയതെങ്കിൽ
ഇമാമ് സലാം വീട്ടിയ ഉടനെ അവിടെ ദ്വാരക്കാനും ദിക്കറല്ലാനും സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ പറയാൻ നിൽക്കാൻ പാടില്ല. കാരണം ജമാഅത്ത് നിസ്കാരങ്ങൾ തുടർച്ചയായി നിസ്കരിക്കണം. മൂന്നാമത്തെ ചോദ്യം ജുമാ നിസ്കാരമാണ്. ജുമാ നിസ്കാരമാകുമ്പോൾ അവിടെ അസ്ര ജമാക്കാൻ പറ്റുമോ? പള്ളിയിൽ ജുമാ നിസ്കാരത്തിന് കൂടി പറ്റും, അവിടെയും പറ്റും. ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്ത് ഇമാം സലാം വീട്ടിയ ഉടനെ സുന്നത്ത് നിസ്കരിക്കാനോ തസ്ബീഹ് അല്ലാനോ ദിക്റല്ലാനോ ദ്വാരക്കാനോ നിൽക്കാൻ പാടില്ല. സലാം വീട്ടിയ ഉടനെ നിങ്ങൾക്ക് അസ്ർ നിസ്കരിക്കാം. ജുമാൻ്റെ കൂടെയും അസ്ർ ജമാക്ക്. നാലാമത്തെ ചോദ്യം, നിങ്ങൾ ളുഹറിനെ അസ്റിലേക്ക് ജമാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മഗ്രിബിനെ ഇഷായിലേക്ക് ജമാക്കിയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ അസ്ർ പള്ളിയിൽ ചെന്നവർ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട് അസ്ർ നിസ്കാരം. ആ അസ്ർ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ളുഹർ നിസ്കരിച്ചാൽ മതിയോ? അല്ല, ആദ്യം ളുഹർ നിസ്കരിച്ച് പിന്നെ അസ്ർ നിസ്കരിച്ചാൽ മതിയോ? ളുഹറിനെ അസ്റിലേക്ക് ജമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെന്നപ്പോൾ അസ്ർ ജമാഅത്ത് നടക്കുന്നുണ്ട് പള്ളിയിൽ. അപ്പോൾ നിങ്ങൾ അസ്ർ നിസ്കാരത്തിൽ കൂടിയതിന് ശേഷം ളുഹർ നിസ്കരിച്ചാൽ മതിയോ? അല്ല, ആദ്യം ളുഹർ നിസ്കരിച്ച് പിന്നെ അസ്ർ നിസ്കരിക്കാൻ നിർബന്ധമാണോ? ഇതാണ് ചോദ്യം. അതിൻ്റെ മറുപടി, നമ്മൾ അസ്റാണല്ലോ ഇപ്പോൾ അസ്റിലേക്കാണ് ജമാക്കിയത്. അവിടെ തർത്തീബ് നിർബന്ധമല്ല, ആദ്യം ളുഹറോ പിന്നെ അസ്റോ ഒക്കെ നിസ്കരിക്കാം. പക്ഷേ അസ്റിന് ളുഹറിലേക്ക് ഇങ്ങോട്ട് മുന്തിക്കുമ്പോൾ, ഇഷാവിന് മഗ്രിബിലേക്ക് മുന്തിക്കുമ്പോൾ ആദ്യം മഗ്രിബ് പിന്നെ ഇഷാ എന്നതേ പറ്റൂ. ളുഹറിൻ്റെ സമയത്താണ് ളുഹർ അസ്ർ നിസ്കരിക്കുന്നതെങ്കിൽ ആദ്യം ളുഹർ പിന്നെ അസ്ർ. അതേസമയത്ത് അസ്റിൻ്റെ സമയത്താണ് ളുഹർ അസ്ർ നിസ്കരിക്കുന്നതെങ്കിൽ ആദ്യത്തെ നിസ്കാരം ഏതായാലും കുഴപ്പമില്ല. അടുത്തത്, നിങ്ങൾ ജിദ്ദ വഴിയാണ് ഉംറക്ക് പോകുന്നത്. അപ്പോൾ ജിദ്ദയിൽ നിങ്ങൾ 2 ദിവസം 3 ദിവസം അവിടെ നിന്നിട്ട് കുടുംബക്കാരോ ബാപ്പയോ ഭർത്താവോ ആരൊക്കെ ഉണ്ട് അവിടെ, ഭർത്താവൊക്കെ ഉണ്ട്, ഭാര്യ പോവാണ്. അപ്പോൾ 2 ദിവസം ജിദ്ദയിൽ നിന്നിട്ടേ നിങ്ങൾ പോകുന്നുള്ളൂ. അതിന് ശേഷമാണ് നിങ്ങൾ മക്കത്തേക്ക് പോകുന്നത്. അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറയും ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഈ ജിദ്ദയിൽ നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് നിസ്കാരം ജമ്മും കസ്റും ആക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. നിങ്ങൾ 2 ദിവസം 3 ദിവസം അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ യാത്ര അവസാനിച്ചിട്ടില്ല, നിങ്ങൾ യാത്ര തുടരുകയാണ്. അങ്ങനെ നിങ്ങൾ മക്കയിൽ പിന്നെ 2 ദിവസം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ പാക്കേജിലാണ് നിങ്ങൾ പോണത് ഗൾഫിക്ക്. അങ്ങനെ നിങ്ങൾ മദീനയ്ക്ക് പോകുന്നു, അവിടെ 2 ദിവസം നിൽക്കുന്നു. പിന്നെ നിങ്ങൾ ജ്യേഷ്ഠനോ അനിയനോ ഉണ്ട് റിയാദിൽ, അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് റിയാദിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ 1 ദിവസമോ 2 ദിവസമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് വിമാനം കയറുകയാണ്. മൊത്തം 2 ആഴ്ചത്തെ യാത്രയാണ്. ഇവിടെ ഈ ഖസ്റും ജമ്മും എത്ര ദിവസം എടുക്കാൻ പറ്റും? അതിൻ്റെ മറുപടി, നിങ്ങൾക്ക് യാത്ര അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവിടെ എവിടെയാണെങ്കിലും യാത്ര അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജമ്മു ഖസ്റാക്കാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ യാത്ര അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. ജിദ്ദയിൽ 2 ദിവസം 3 ദിവസം, മക്കത്ത് 2 ദിവസം 3 ദിവസം 4 ദിവസം, പിന്നെ റിയാദിൽ ആപ്പാൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് 4 ദിവസം 3 ദിവസം, അത് കഴിഞ്ഞിട്ട് നാട്ടിൽ. അവിടെ നിങ്ങൾ യാത്ര അവസാനിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ 4 ദിവസം നിൽക്കാൻ കരുതിയാൽ മാത്രമേ നിങ്ങളെ യാത്ര അവസാനിക്കുള്ളൂ. 4 ദിവസം, ചെന്ന ദിവസം കൂട്ടൂല, പോരുന്ന ദിവസവും കൂട്ടൂല. നിങ്ങളവിടെ ഇപ്പോൾ ജിദ്ദയ്ക്ക് എത്തിയില്ലേ, നിങ്ങൾ ഭർത്താവിൻ്റെ അടുത്ത് ഒരു പെണ്ണാണ് പോകുന്നത്, ഭർത്താവിൻ്റെ അടുത്ത് 2-3 ദിവസം നിന്നതിന് ശേഷമാണ് പോരുന്നതെങ്കിൽ ചെന്ന ദിവസവും പിന്നെ മക്കയിലേക്ക് പോരുന്ന ദിവസവും കൂട്ടാതെ യൗമ ദുഖൂലി വൽ ഖുറൂജ് എന്നാണ്. 4 ദിവസം നിങ്ങളവിടെ നിൽക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ജിദ്ദയിലെത്തുന്നതോടുകൂടി യാത്ര അവസാനിച്ചു. പിന്നെ നിങ്ങൾ ജമ്മു ഖസ്റാക്കാൻ പറ്റും. പക്ഷെ നിങ്ങളവിടെ ജിദ്ദയിൽ 4 ദിവസം നിൽക്കുന്നില്ലല്ലോ, 3 ദിവസം നിൽക്കുന്നുള്ളൂ. അപ്പോൾ ശനിയാഴ്ച നിങ്ങളവിടെ ജിദ്ദയിലെത്തിയത് ഭർത്താവിൻ്റെ അടുത്ത്. അപ്പോൾ ശനിയാഴ്ച കൂട്ടണ്ട, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 4 ദിവസമായി.
ബുധനാഴ്ച പോരുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുവരെ ജമ്മു കസറാക്കാം. കാരണം പോരുന്ന ദിവസം കൂട്ടാതെ 4 ദിവസം വേണം. പോരുകയും എത്തുകയും ചെയ്യുന്ന ദിവസം കൂട്ടാതെ 4 ദിവസം. 3 ദിവസമാണെങ്കിലും ജമ്മു കസറാക്കാം, 3.5 ദിവസമാണെങ്കിലും ജമ്മു കസറാക്കാം. അവിടെ എത്തിയ ദിവസവും പോരുന്ന ദിവസവും കൂട്ടിയിട്ടാണെങ്കിൽ അപ്പോഴും ജമ്മു കസറാക്കാം. അപ്പോൾ നിങ്ങൾ ശനിയാഴ്ചയാണ് എത്തിയെങ്കിൽ ഞായർ 1, തിങ്കൾ 2, ചൊവ്വ 3, ബുധൻ 4, വ്യാഴാഴ്ചയാണ് നിങ്ങൾ ജിദ്ദയിൽ നിന്ന് മക്കയ്ക്ക് പോകുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തുന്നതോടുകൂടി, ശനിയാഴ്ച ജിദ്ദയിൽ എത്തുന്നതോടുകൂടി തന്നെ ജമ്മു നിങ്ങൾ യാത്രൻ്റെ ആനുകൂല്യം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ 3 ദിവസമോ 4 ദിവസമോ ജിദ്ദയിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കസറാക്കാം. മക്കത്ത് ആകെ 4 ദിവസം നിൽക്കുന്നില്ല, 3 ദിവസമോ 3.5 ദിവസമോ, പിന്നെ അല്ലെങ്കിൽ ചെന്ന ദിവസം കൂട്ടി 4 ദിവസം അപ്പോൾ അവിടെ ആക്കാം. പിന്നെ മദീനയിൽ പോയി 3 ദിവസം നിൽക്കുന്നുണ്ട്, അപ്പോഴും ജമ്മു കസറാക്കുക. പിന്നെ നിങ്ങൾ റിയാദിലേക്കാണ് പോണത്, അവിടെ 2-3 ദിവസം ഉണ്ട്. അങ്ങനെ പോയി നാട്ടിലേക്ക് എത്തി തിരിച്ചെത്തുന്നവരെ നിങ്ങൾക്ക് ജമ്മു കസറാക്കാം. തിരുവനന്തപുരത്തേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റിസൾട്ട് അറിയാൻ എത്ര ദിവസം ഉണ്ടാകുമെന്നറിയുന്നില്ല. 4 ദിവസമാകാം, 5 ദിവസമാകാം, 6 ദിവസമാകാം. ഇവിടെ മറ്റൊരു വിധിയാണ്. നിങ്ങൾ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നു എന്നതുകൊണ്ട് 18 ദിവസം വരെ നിങ്ങൾ യാത്രക്കാരനാണ്. നിങ്ങൾ ചെന്ന ദിവസവും പോകുന്ന ദിവസവും കൂട്ടാതെ 2 കൂടി കൂട്ടുകയാണെങ്കിൽ 20 ദിവസം വരെ നിങ്ങൾ യാത്രക്കാരനാണ്. ഇപ്പോൾ അങ്ങനെ വലിയ വലിയ ഹോസ്പിറ്റൽ, വെല്ലൂർ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ക്യാൻസർ ഹോസ്പിറ്റലിലോ അവിടെയൊക്കെ ചെന്ന ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പരിശോധന എന്ന് മറ്റേ അങ്ങനെ 2, 3, 4 റൂം എടുത്ത് ഇങ്ങനെ കൂടും. എന്നാൽ അതിപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ റെഡിയാവും എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിസൻ്റെ കാര്യം റെഡിയാക്കാൻ വേണ്ടി ബോംബെക്ക് പോകാൻ, ഡൽഹിക്ക് പോവാണ്. അപ്പോൾ അവിടെ ഇന്ന് റെഡിയാവും, നാളെ റെഡിയാവും, നാളെ വരണം, മറ്റന്നാൾ വരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാം എഴുതാൻ വേണ്ടി പോവാണ്, JNUവിലേക്ക് ഒരു എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. എത്ര ദിവസം എക്സാമാണ്? 4 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 4 ദിവസത്തിൻ്റെ താഴെ ഉള്ളൂ എങ്കിൽ അവിടെയും. അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്, ഉസ്ബെക്കിസ്ഥാനിലോ റഷ്യയിലോ ഒക്കെ. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ ശരിയാവും എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ എത്ര പിടുത്തല്ല എങ്കിൽ 18 ദിവസം വരെ നിസ്കാരം ഖസ്റും ജമ്മു ആക്കാം. നമ്മൾ പറഞ്ഞിരുന്നു, വളരെ ദീർഘമായ യാത്രയാണെങ്കിൽ ഖസ്ർ ആക്കലാണ് ഉത്തമം. ജമ്മു ആക്കലാണോ ജമ്മാക്കാതിരിക്കലാണോ നല്ലതെന്ന് ചോദിച്ചാൽ ജമ്മാക്കാതിരിക്കലാണ് ഉത്തമം. കറാഹത്തൊന്നുമില്ല, ജമ്മാക്കാതിരിക്കലാണ് ഉത്തമം. ഇത്രയും കാര്യങ്ങളാണ് ജമ്മു ഖസ്റായിട്ട് നമ്മൾ പറയാൻ ബാക്കിയുണ്ടായിരുന്നത്. ഇനി വളരെ അനിവാര്യമായ മറ്റൊരു നസ്റിലൂടെ പറയാം. ഫതുഹുൽ മൊയ്നിൽ പറയുന്നു, യാത്ര കാരണമായിട്ടും രോഗം കാരണമായിട്ട് ജമ്മാക്കാം. ഓരോ നിസ്കാരവും അതിൻ്റെതായ നേരത്ത് നിസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും, യാത്രക്കാരുണ്ടാകും. മദീനയിലൊക്കെ ചെന്നാൽ നല്ല പനി ഉണ്ടാകും. അതേമാതിരി വയസ്സായി കിടക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഓരോ നേരത്ത് എണീറ്റ് നിസ്കരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പല പ്രയാസം ഉണ്ടാവും, വേദന അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവും, ഗുളിക കുടിച്ചിട്ടൊക്കെ ഇങ്ങനെ വേദന അടക്കുന്ന രീതിയൊക്കെ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ അവിടെയും ജമ്മാക്കാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇമാം അത്റായി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാമിൻ്റെ ഖൗലുണ്ട്. അപ്പം രോഗമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഓരോ നിസ്കാരം അതിൻ്റെ നേരത്തെ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ജമ്മാക്കാം. ഹോസ്പിറ്റലിലേക്കുള്ള ആളുകൾ വെറുതെ നിസ്കാരം കളാക്കും. ചിലപ്പോൾ അവരെ വേണ്ട പോലെ സഹായിക്കാൻ ആളുണ്ടാവില്ല. കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവരാനും വെള്ളം ചൂടാക്കി തരാനും അല്ലെങ്കിൽ കൈ പിടിക്കാനൊക്കെ ആൾ വേണ്ടി വരും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ വേറെന്തോ അസുഖമാണ്, എന്തോ ആവട്ടെ, ഓരോ നിസ്കാരം അതിന് നേരത്തെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ജമ്മാക്കി നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ അസറിൻ്റെ നേരത്ത് കുറച്ച് ആശ്വാസം കിട്ടുമെങ്കിൽ ളുഹർ അസറിലേക്ക് ബന്ധിക്കുക. അല്ലെങ്കിൽ അസറിന് ഇപ്പോൾ എന്താ ആവുക അറിയില്ല, അപ്പോൾ അസുഖം വിഷമം. ഇപ്പോൾ ളുഹറിൻ്റെ നേരത്ത് കുറച്ച് ആശ്വാസം ഉണ്ടെങ്കിൽ അസറും കൂടി ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ജമ്മാക്കുക. മനസ്സിലായില്ലേ? അസറിൻ്റെ നേരത്ത് ഇനി ബുദ്ധിമുട്ടാവുമല്ലേ അറിയില്ല, പ്രയാസമാണ്. ഇനി ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ അവിടെ ഒതുണ്ടാക്കാൻ പ്രയാസമാണെങ്കിൽ അപ്പോൾ അസർ ഇങ്ങോട്ട് ളുഹറിൻ്റെ നേരത്ത് നിസ്കരിക്കാം. ഇങ്ങനെ ചെയ്യാവുന്നതാണ്. വെറുതെ നിസ്കാരം ഖളാ ആക്കരുത്. അല്ലാഹു തആല നൽകിയ ഓരോ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ആനുകൂല്യങ്ങളൊക്കെ എടുക്കണം. അതിനാണ് നമ്മുടെ ദീൻ, ഇന്ന ദീന യുസ്റുൻ, ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്,
ദീൻ എളുപ്പമാണ്. ഒമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൽ യാതൊരു ബുദ്ധിമുട്ടും വച്ചിട്ടില്ല. റമദാൻ മാസം മുഴുവൻ പട്ടിണി എടുക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞത് യുരീദു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര എന്നാണ്. അള്ളാഹു സിമ്പിളാക്കാനാണ് ഉദ്ദേശിച്ചത്, പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ബനി ഇസ്രായേലിലെ നോമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മഗ്‌രിബിന് നോമ്പ് തുറന്ന് ഇശാക്ക് നോമ്പ് തുടങ്ങലായിരുന്നു, സുബൈക്കല്ല നോമ്പ് തുടങ്ങുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടാവണ്ട, പ്രയാസപ്പെടണ്ട എന്നാണ്. പ്രയാസമില്ലല്ലോ, നോമ്പ് പറ്റാ ഭയങ്കര റാഹത്താണല്ലോ നമുക്ക് കിട്ടാറുള്ളത്. നോമ്പ് പറ്റിയിട്ട് പ്രയാസമായി ആർക്കും തോന്നാറില്ല. അപ്പോൾ അങ്ങനെയാണ് വിഷയം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ യാത്രയിലൊക്കെ ആനുകൂല്യങ്ങൾ എടുക്കുക. രോഗികളായ ആളുകളൊന്നും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണ് എന്ത് ചെയ്യേണ്ട, നേരത്തെ നിസ്കരിച്ച് ഇടങ്ങാറായും തോന്നാൻ പാടില്ല. ഇടങ്ങാറായും തോന്നുക അതിൻ്റെ അർത്ഥം പടച്ചോൻ ഇടങ്ങാറാക്കി എന്നാണ്. അപ്പം പടച്ചോൻ എടുത്ത പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ എടുക്കുക. രോഗികളൊക്കെ നേരത്തെ നിസ്കരിച്ചാൽ അത്രയും നല്ലതാണ്. അവരെ ആരോഗ്യത്തിനും അവരെ ശരീരശുദ്ധിയും ഒക്കെ എപ്പോഴും നിലനിൽക്കാനും നല്ലതാണ്. ഇനി യാത്രയിലെ സുന്നത്ത് നിസ്കാരം, അതൊരു അത്ഭുതകരമാണ്. യാത്രയിൽ സുന്നത്ത് നിസ്കാരം ആളുകളൊന്നും നിർവഹിക്കാറില്ല. നമ്മൾ ചില ആളുകളൊക്കെ കാണാറുണ്ട് അങ്ങനെ വലിയ ദീർഘമായ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വിമാനത്തിലും ബസ്സിലൊക്കെ അവരിങ്ങനെ അല്ലാഹു അക്ബർ തക്ബീർ കെട്ടി നമസ്കരിക്കുന്നതാണ്. ഇങ്ങനെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിൽ നിർബന്ധം തക്ബീർ ചെയ്യാൻ മതി, അല്ലാഹു അക്ബർ നിർബന്ധാൽ മതി. ചിലപ്പോൾ യാത്രക്കാരിങ്ങനെ പിടിക്കുകയൊക്കെ വേണ്ടി വരും, അപ്പോഴൊക്കെ നമസ്കരിക്കാമല്ലോ. നിന്ന് യാത്ര ചെയ്യും, ഇരുന്ന് യാത്ര ചെയ്യും, കിടന്ന് യാത്ര ചെയ്യും, വിമാനത്തിൽ, ട്രെയിനിൽ, ബസ്സിൽ, കാർ ഓട്ടുമ്പോൾ ഒക്കെ യാത്ര ചെയ്യും. അവിടെയൊക്കെ സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്. അത് പിന്നെ യാത്ര ദീർഘയാത്രയാവണമെന്നൊന്നുമില്ല, 80 കിലോമീറ്റർ ഉണ്ടാവണമെന്നൊന്നുമില്ല. അത് ചെറിയ യാത്രയാണെങ്കിലും പറ്റും. നിങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്, ഇത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണെന്നല്ലേ. അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, നിസ്കാരമാണ്. അപ്പോൾ ഒരാളിങ്ങനെ നിസ്കാരമാണ് വേണ്ടത്. അങ്ങനെ ഓരോ സംസ്കാരം ഓരോ നാട്ടിലുണ്ടാവും. ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ റമദാൻ മാസത്തിലാണ് പോയിരുന്നത്, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അത്രേ. അവിടെ മിക്ക ആളുകളുടെ അടുത്ത് ഇങ്ങനെ ഖുർആനുണ്ടാവും, സ്ത്രീകളുടെ അടുത്തുണ്ടാവും. അവരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ തന്നെ വേഗം മുസാഫ് എടുത്തിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. മൊബൈലിലൊന്നും പോകുന്നതിന് കാണാറില്ല. അപ്പോൾ മൊബൈലിൽ ഇപ്പോൾ ഖുർആനുണ്ടല്ലോ, അവർ മുസാഫ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഡ്രൈവർമാർ അവരൊക്കെ വണ്ടിയുടെ മുന്നിൽ തന്നെ മുസാഫ് ഉണ്ടാവും. അങ്ങനെ ആളുകൾ ടാക്സി വിളിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുമ്പോൾ അവരിങ്ങനെ ഖുർആൻ എടുത്ത് ഇങ്ങനെ നോക്കുന്നതാണ്. അപ്പോൾ ആ നാട്ടിൽ സംസ്കാരമാണത്, അതിന് ആർക്കും പ്രശ്നമല്ല. ആളുകൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ചെല്ലുന്ന ആളുകൾക്ക്. പിന്നെ റമദാനിലൊക്കെ പിന്നെ പറയണ്ട, മിക്ക വീടുകളിലും ഇങ്ങനെ ഖുർആൻ വെച്ചിട്ടുണ്ടാവും. ഖുർആൻ ലൈവായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഈജിപ്തിൽ കൈറോയിൽ നമ്മൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ കണ്ട കാഴ്ച ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ യാത്രയിൽ സുന്നസ്കരിക്കുന്ന പണ്ഡിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒക്കെ ഉള്ള വലിയ ഒരു പണ്ഡിതൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ കൂടെ ബസ്സിൽ സീറ്റ് കുറേ സംസാരിക്കും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ. അപ്പോൾ അവിടെ റുക്കുവും സുജൂദൊക്കെ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഇത് മതി, ചെറിയ രീതിയിലൊക്കെ മതി. ഉറക്കൊക്കെ തൂക്കൂലേ, അതേമാതിരി റുക്കുവും സുജൂദൊക്കെ അങ്ങനെ ചെയ്താൽ മതി. ഒതുവാണ് കേട്ടോ. അപ്പോൾ നടന്ന് യാത്ര ചെയ്യാറില്ലല്ലോ. നടന്ന് യാത്രയാകുമ്പോൾ റുക്കുവും സുജൂദൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയാം. ഏതായാലും ഖിബിലക്ക് മുന്നിടലൊന്നും ഇവിടെ ഷർത്തില്ല. ഖിബിലക്ക് മുന്നിടൽ ഷർത്തില്ല. വണ്ടി അങ്ങോട്ടാണോ പോകണത്, അങ്ങോട്ടാണ് മുന്നിടേണ്ടത്. ശരി, അപ്പോൾ വണ്ടി കിഴക്കോട്ടോ മഗ്‌രിബോ ഫൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹിൻ്റെ വജ്ഹ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. സുന്നത്തുകാരിക്കാരനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുലേക്കാണ് അയാളെ തിരിഞ്ഞത്, കാബൻ്റെ ഭാഗത്തേക്കല്ല. അപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനൊന്നുമില്ല. നമസ്കാരം തന്നെ അവിടെ ഇരിക്കുക, തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയാം, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, ഉറക്കുവാകുമ്പോൾ കുറച്ചാണെങ്കിൽ കാണിക്കുക. ഡ്രൈവർക്കൊക്കെ പറ്റും. അവിടെ അനക്കൊന്നും പ്രശ്നമല്ല. നിസ്കാരത്തിൽ അങ്ങനെ ദീർഘമായ അനക്കൊന്നും പാടില്ലല്ലോ. പക്ഷേ ഇവിടെ അനക്കങ്ങളൊന്നും പ്രശ്നമല്ല. ഈ യാത്രയുടെ അനക്കങ്ങളല്ലാത്ത മറ്റ് അനക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നേ ഉള്ളൂ. യാത്രയിൽ ഇപ്പോൾ നമ്മളിങ്ങനെ കുലുങ്ങും, ചിലപ്പോൾ അങ്ങനെ കൈ പിടിക്കുകയൊക്കെ ചെയ്യും, അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. ബൈക്കുമ്മൽ പോകുമ്പോഴൊക്കെ പറ്റും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ യാത്രൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് നോക്കേണ്ടി വരും, ഇങ്ങോട്ട് നോക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ നിസ്കരിക്കാൻ പറഞ്ഞാട്ടിഞ്ഞ് സിഗ്നൽ വെക്കാതെ അവിടെയും ഇവിടെയും പോയി വണ്ടി ഇടിച്ചാൽ നമ്മൾ ഉത്തരവാദിയല്ല കേട്ടോ. അങ്ങനെ നിസ്കരിക്കാൻ പഠിച്ചാൽ പറഞ്ഞിട്ടില്ല. ഓരോ നിസ്കാരത്തിനും അതിൻ്റെതായ രീതിയുണ്ട്. ഇപ്പോൾ യുദ്ധത്തിലുള്ള നിസ്കാരം എങ്ങനെയാണ്?
യുദ്ധത്തിലുള്ള നിസ്കാരം ഓടിയിട്ടും ചാടിയിട്ടും ഒക്കെ നിസ്കരിക്കുക, അങ്ങനെയൊക്കെ നിസ്കരിക്കുക ഫർദ് നിസ്കാരം. ഇനി ഫർദ് നിസ്കാരങ്ങൾ പിന്നെ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് ഇറങ്ങിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഫർദ് നിസ്കാരങ്ങൾ അങ്ങനെ യാത്രയിൽ വണ്ടിയിലാവുമ്പോൾ പറ്റില്ല. അപ്പോൾ വണ്ടിയിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അസറിന് ശേഷമാണ് വിമാനം കയറുന്നത്, മഗ്‌രിബിൻ്റെ സമയത്ത് നിങ്ങൾ വിമാനത്തിലാണ്, 5 മണിക്കൂർ യാത്ര ചെയ്യണം. അവിടെ എന്ത് ചെയ്യും? മഗ്‌രിബ് നിസ്കരിക്കാതിരിക്കരുത്, വുളു ഉണ്ടാക്കി കയറുക, എന്നിട്ട് മഗ്‌രിബ് വിമാനത്തിൽ നിന്ന് നിസ്കരിക്കുക. എന്നിട്ട് പിന്നെ വിമാനത്തിൽ ഇറങ്ങൂലേ, ഇശ കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങൂലേ, അപ്പോൾ അവിടെ മഗ്‌രിബ് നിസ്കാരം മടക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ആ മഗ്‌രിബ് നിസ്കാരം ഒന്ന് മടക്കുക. രാത്രി 3 മണിക്കാണ് വിമാനം ജിദ്ദയിൽ നിന്ന് പുറപ്പെടുന്നത്. എന്തായാലും കാലിക്കറ്റിലെത്തുമ്പോൾ 7 മണി 8 മണിയൊക്കെ ആകും. അപ്പോൾ സുബഹ് എന്ത് ചെയ്യും? സുബഹ് വണ്ടി നിസ്കരിക്കുക, വുളു ഉണ്ടാക്കി കയറാം. ഇനി വുളു ഉണ്ടാക്കിയില്ല നിൽക്കുക, അപ്പോഴും വേണം നിസ്കരിക്കുക. സമയത്തിനോടുള്ള ബഹുമാനം വെച്ചിട്ട് നിസ്കരിക്കുക. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുക? നിസ്കാരം മടക്കുക. ഇങ്ങനെ മടക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം. പക്ഷെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു മൂപ്പര് ഫുൾ ടൈം യാത്രയാണ്. ചൈനയ്ക്ക് പോകും, പിന്നെ ദുബായിലേക്ക് പോകും, പിന്നെ ഇന്ത്യക്ക് വരും. അയാളുടെ ജീവിതം മൊത്തം യാത്രയാണ്, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അവർക്കൊക്കെ എന്നോടൊക്കെ ചോദിച്ചിരുന്നു, നിസ്കാരം മടക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഈ നിസ്കാരം മടക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം ഇമാം നവവി റഹ്മത്തുള്ളാഹിക്ക് ഉണ്ട്. ഇപ്പോൾ കാലങ്ങളൊക്കെ മാറിയല്ലോ. ഇപ്പോൾ ഏതെങ്കിലും സമയത്തുള്ള ഫർദ് നിസ്കാരം പോലെയല്ല, ഫുള്ള് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. ഇന്ന് നേരെ പോകും, ട്രെയിനിൽ കയറും, ചെന്നൈയിൽ പോയി ഇറങ്ങും, നാളെ രാവിലെ ഇങ്ങോട്ട് തന്നെ വരും, പിന്നെ മറ്റന്നാൾ അങ്ങോട്ട് തന്നെ പോകും. ഇവർക്ക് ഈ നിസ്കാരം എല്ലാം കൂടെ മടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയല്ലേ? അപ്പോൾ ഏതായാലും ഇതിൽ പണ്ഡിതന്മാർക്കിടെ 2 അഭിപ്രായങ്ങളുണ്ട്, മുൻഗാമികളായ പണ്ഡിതന്മാർക്ക്. അപ്പോൾ മടക്കൽ നിർബന്ധമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഈ മടക്കൽ നിർബന്ധമല്ല എന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മടക്കാതിരിക്കുകയും ചെയ്യാം. എന്തായാലും തെറ്റില്ല. ഫസ്വലോഹല ദിക്രി ഇൻകുന്തുമില്ലാത്താലെന്ന്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊന്നും അറിയില്ലല്ലോ, എന്താ മസല, മടക്കണോ മടക്കണേ നമുക്കറിയില്ല, നമുക്ക് ഇവിടുന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ മതത്തിൽ അറിവുള്ള പണ്ഡിതന്മാർ ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അഭിപ്രായത്തെയാണ് അദ്ദേഹം പ്രബലപ്പെടുത്തിയത്. മടക്കൽ നിർബന്ധമല്ല. ഒരു അന്നക്കുല്ല സ്വലാത്തിന് വജബ ഫിഅലു ഹാഫിൽ വക്തി, സമയത്തിൽ ചെയ്യൽ നിർബന്ധമായ ഏതൊരു നിസ്കാരവും മാ ഖലലിൻ, അതിൽ പോരായ്മയുണ്ടെങ്കിലും അത് നിർവഹിച്ചാൽ ലാ യജിബു ഖളാഉഹ, അത് ഖളാ വീട്ടൽ നിർബന്ധമില്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി തൻ്റെ മജ്മുഅയിൽ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആശ്വാസമാണല്ലോ, ആശ്വാസം വേണമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാം. ഇതാണ് യാത്രയിലെ സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇത് ഹജ്ജിൻ്റെ പാഠത്തിൽ കിതാബിൽ യാത്രയുമായി ബന്ധപ്പെട്ട് ദീർഘമായി നടത്തിയ ചർച്ച എന്താണെന്ന് വെച്ചാൽ, യാത്രക്കാർ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതാണ് പൊതുവെ ചെയ്യുക. ആനുകൂല്യങ്ങളെക്കുറിച്ച് അവർക്ക് വിവരം ഉണ്ടാവില്ല. എന്നിട്ട് ആ യാത്ര മോശമായ യാത്രയാക്കി മാറ്റും. നിസ്കാരം ഖളാക്കുന്ന യാത്ര, നിസ്കാരം ഒഴിവാക്കിയായിട്ട് ഹജ്ജ് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമാണല്ലോ നിസ്കാരം, അപ്പോൾ ഉണ്ടാകാൻ പാടില്ല എന്ന് എഴുതിയിട്ടാണ്. പിന്നെ യാത്ര മുഴുവനും പുണ്യകർമ്മമാക്കി തീർക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? യാത്രയിൽ പ്രത്യേകമായ ആനുകൂല്യം, സുന്നത്ത് നിസ്കാരത്തിൻ്റെ ആനുകൂല്യം നൽകി. ഇതൊക്കെ ചെയ്തു ഒക്കെ ആരെ പേടിക്കാനാണ്? നമുക്കിപ്പോൾ അള്ളാൻ്റെ അടുത്തേക്ക് പോകേണ്ട ആൾക്കാരല്ലേ. നമ്മളെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വലിയ പുണ്യകർമ്മം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് നമുക്ക് ചെയ്യാം. നമ്മളതിന് ആൾക്കാരെ നോക്കണം. അള്ളാഹ് നോക്കുന്നുണ്ടോ അല്ലേ നോക്കിയാൽ മതി. ഞാനതൊരു കൽബിക്ക്, അള്ളാഹ് കൽബിക്ക് നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ യാത്രയിൽ ഇപ്പോൾ ഞാൻ ഫുൾ ടൈമൊന്നും ഇപ്പം ആരോടും കോണ്ടാക്ട് ചെയ്യാതെ, ആരോടും മിണ്ടാതെ ഫുൾ ടൈം നിസ്കരിക്കണം എന്നല്ല ഈ പറയുന്നത്. യാത്ര ഒരു പുണ്യകർമ്മമാകാൻ വേണ്ടി ഒരടിമ, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന ഒരടിമ, അയാളിപ്പോൾ നിസ്കാരം ഭയങ്കര പുണ്യകർമ്മമാണ്. അള്ളാഹുൻ്റെ റസൂലൊക്കെ യാത്രയിൽ സുന്നത്ത് നിസ്കരിച്ചിരുന്നു. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് നിർവഹിച്ചു. ഞാനും 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് കരുതുന്നു. അയാൾ വിമാനത്തിൽ കയറി അല്ലെങ്കിൽ കാറിൽ കയറി ആ സ്ഥലവും അയാളുടെ യാത്ര ഒരു അള്ളാഹുള്ള ഇബാദത്തിന് വേണ്ടിയാക്കി മാറ്റിയാൽ അയാൾ ഇരിക്കണ ഇരുത്തം വേറെ ഒന്നും ഒരു പണിയും പറഞ്ഞില്ലല്ലോ, ഒന്നുണ്ടാക്കി കയറണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ.
പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു യാത്രക്കാരനൊക്കെ എല്ലാ സമയത്തും പൊതുവെ പതിവാക്കൽ വലിയ പുണ്യമുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആൾക്കാരെ ബോധിപ്പിക്കണ്ടല്ലോ, ഇങ്ങനെ ഉറക്കനും നിസ്കാരം ഇതൊന്നും ആരും അറിയുന്നല്ലേ ശരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചെറുപ്പക്കാരനെ കണ്ടിരുന്നതാണ്, അയാൾ ഫുള്ള് ഖുർആനോത്താണ്, വിമാനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഖുർആനോത്താണ്. പഴയ കാലത്തൊന്നും ഓതാൻ പറ്റൂലായിരുന്നു നമുക്ക്, കാരണം ബസ്സിലാണ് കുത്തി കുലുങ്ങി, ഇതൊന്നുമില്ലല്ലോ, വളരെ സിമ്പിൾ യാത്ര ചെയ്യുമ്പോൾ കാറിലൊക്കെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, പിടിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പോൾ അയാൾ ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഖുർആൻ ഓതുന്നുണ്ട് വിമാനത്തിൽ. സ്വാലിഹീങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, നമുക്കതൊക്കെ മടിയാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഭയങ്കര ബഹുമാനം ഉണ്ടാവുക, നിസ്കാരം കളാക്കരുത്. അപ്പോൾ ട്രെയിനിലാണ് നിങ്ങൾ ദീർഘമായിട്ട് 3-4 ദിവസം യാത്ര ചെയ്യുകയാണെങ്കിൽ എന്താ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നിസ്കരിക്കാവുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇങ്ങനെ എപ്പോഴാണ് വണ്ടി പോകാമെന്നറിയില്ല, എപ്പോഴാണ് വണ്ടി പുറപ്പെടുകയെന്നറിയില്ല, ആൾക്കാരിങ്ങനെ നടക്കണ സ്ഥലമായിരിക്കും. അപ്പോൾ പൊതുവെ പ്ലാറ്റ്ഫോമിൽ നിസ്കരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ഒതുണ്ടാക്കി വന്നിട്ട് മൂത്രയിക്കാനും കഷ്ടിക്കാനും ഒക്കെ സൗകര്യം ഉണ്ടല്ലോ വിമാനത്തിൽ. ആ കൂട്ടത്തിൽ ഒതുണ്ടാക്കി വന്നിട്ട് ആകെ കുറച്ച് വെള്ളം മതി, ബാത്റൂമിൽ എങ്ങനെ ഒതുണ്ടാക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ഇങ്ങനെ കൈ കെട്ടിയാലും വേണ്ടേ കെട്ടി, നിങ്ങളിപ്പോൾ ഇങ്ങനെ കൈ കെട്ടിയാൽ ബുദ്ധിമുട്ട്, ഇങ്ങനെ ആൾക്കാരിങ്ങനെ വിചാരിക്കുന്നത് കൈ കെട്ടണം അങ്ങനെ നോട്ടെ, സുന്നത്തല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആളുകൾ എന്ത് നോക്കുന്നു എന്നല്ല, അള്ളാഹു നോക്കുന്നുണ്ടോ അല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അള്ളാഹ് വിചാരിക്കും ഈ അടിമ എൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യാണ്, നല്ലൊരു അടിമയാണ്, ഇവനെ കണ്ടില്ലേ എനിക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് അള്ളാഹു തആല നമ്മളെക്കുറിച്ച് കാണുക. ജനങ്ങൾ എന്ത് കാണുന്നു എന്നുള്ളത് ശിർക്കാണ്, ജനങ്ങൾ എന്ത് കാണുന്നു എന്ന് ചിന്തിക്കുന്നത് ശിർക്കാണ്. ഹറാമായ ശിർക്ക് എന്നല്ല, അത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ശിർക്ക് എന്ന് പറയും. അപ്പോൾ ആളുകൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കണ്ട, അള്ളാഹ് നിങ്ങളെ നോക്കുന്നുണ്ടോ അല്ലേ എന്നാണ് നോക്കേണ്ടത്. അന്നേരത്താണ് നമുക്ക് പോകേണ്ടത്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആരെങ്കിലും അള്ളാഹുവിനെ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അൽ ബഖറ അൽ കഹ്ഫ് സൂറത്ത് ലാസ്റ്റ് അവസാനിക്കുന്ന അങ്ങനെയാണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബി, പടച്ചോനെ കാണുന്ന ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവൻ സുഹൃതങ്ങൾ ചെയ്യട്ടെ, അവൻ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, ആ റബ്ബിൻ്റെ ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കണ്ട, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക, അള്ളാഹനെ മാത്രം കാണുക. ജനങ്ങളുടെ പ്രശംസയോ കുറ്റപ്പെടുത്തലോ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ ഒന്നും നോക്കണ്ട, അതൊക്കെ ശിർക്കാണ്. അതൊന്നും ചെയ്യാതെ അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ റഹ്മാൻ റഹീമായ റബ്ബേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളെ ഈമാനോടുകൂടി മരിപ്പിക്കണേ റഹ്മാനെ, മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിലും മക്കളിലും കുടുംബത്തിലും ഭാര്യ സന്താനങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. ഹയ്യും ഖയ്യൂമും അർശിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നിൻ്റെ സ്വാലിഹീങ്ങളോട് വൽഹഖ്നാ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ അസുഖങ്ങൾ നീ ശിഫിയാക്കണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മരിക്കും വരെ ഞങ്ങളുടെ ശരീരത്തിലെ എല്ലാ ശേഷികളും നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഏറ്റവും ഉത്തമമായ ദിവസത്തിൽ ഏറ്റവും ഉത്തമമായ കർമ്മം ചെയ്ത് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب.